ഈ കനകൻ നിന്റെ ആങ്ങളെ എന്തോ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അല്ല കൊണ്ടുവന്ന പാപ്പമല്ലോ 2 ആനമുട്ട പുഴുങ്ങിയത് ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നുണ്ടായിരുന്നു. ആനമുട്ട ഇരിക്കണ്ട, അതൊക്കെ മച്ചമ്പിക്കുള്ളത്. രാഷ്ട്രീയക്കാരാണ് ഈ ആനമുട്ടയും കുതിര. ആ ശരി എന്നാ. കുഴപ്പമില്ല, എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അമ്മാവൻ വന്നപ്പോഴേ 2 ആനമുട്ട കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, അത് വഴിയിൽ വെച്ച് പെറ്റ്. ചോദിക്ക തറുതല പറയാ, എന്തൊരു മിടുക്കാന്നറിയണ്ടേ. ഈ അവിടെ ആഹാരം കൊടുക്കാൻ നിൽക്കണ്ട നീ കേട്ടോ. ക്ലീറ്റോ അത് എന്റെ അമ്മയാണ്, എന്റെ സഹോദരനാണ്, എന്റെ അമ്മാവനാണ്. എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല. അമ്മയ്ക്കും സഹോദരനും അമ്മാവനും നിനക്ക് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ നീ എന്തെടുപ്പാനടി അവിടെ ഉണ്ടാക്കാൻ പോണത്? അപ്പൊ ഇനി അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലേ? അവിടെ ആയിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ചു എന്ന് പറഞ്ഞാൽ വിച്ഛേദിച്ചു, മുറിച്ചു മാറ്റി. അപ്പൊ മുറിച്ചു മാറ്റിയോ? മാറ്റി. ഉറപ്പാണോ? എനിക്ക് എന്റെ ഉറപ്പിന് ഒരു കുഴപ്പമില്ല. നിന്റെ ഉറപ്പിന് വ്യത്യാസം വരായിരുന്നു. ശരി, ഈ വിഷമം ഞാൻ അങ്ങ് സഹിച്ചോളാം. പെങ്ങള് വരുമ്പോ വാക്ക് മാറ്റരുത്, അത്രേ ഉള്ളൂ. അതിന് അവളെന്ത് ചെയ്തു? അവളാ വീട്ടിലല്ലേ? കീറാനേപ്പിച്ച വിറക് മൊത്തം കീറിയിട്ട് എന്നെ നാട് ഓടിഞ്ഞു. പാവം. പെണ്ണുപിള്ള ഒരു മര്യാദ വേണം കീറാനൊക്കെ ഇടുമ്പോ. ഇത് ഡെയിലി വേസിന് എത്തിക്കുന്ന വേലക്കാരനാണ്. ആകെ വിറകലിടൊന്ന് കീറണുള്ളൂ. ഇവിടെ കെട്ടിയ ക്ലീറ്റ മച്ചപ്പിക്കുന്നൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ എന്നെ പണിയാക്കി ഞാൻ നടന്നാൽ മതിയല്ലോ. അടുത്ത ജന്മത്തിലെങ്കിലും ക്ലീറ്റ മച്ചമ്പിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. സാമദ്രോഹി, അങ്ങനെ ഒരു ജന്മമീനി ഉണ്ടാവരുതെന്ന് എന്റെ പ്രാർത്ഥന. നിങ്ങൾ കുടുംബക്കാരെ പറഞ്ഞെന്ന് തോന്നരുത്. ഇച്ചിരി എടുത്തുകാട്ടെ എല്ലാവർക്കും ഉണ്ട്. ആരോട് എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. അതിന്റെ കുഴപ്പം എന്നെ എന്തിനാ നോക്കുന്നത്? ഞാൻ ഉള്ള കാര്യമില്ലേ പറഞ്ഞത്? ഞാൻ നോക്കിയല്ലേ, ഞാൻ വല്ലതും പറഞ്ഞോ? 100 ചോദ്യങ്ങൾക്ക് തുല്യമാണ് സുഹൃത്തെ താങ്കളുടെ നോട്ടം. ഞാനും പുറത്തോട്ടോ എന്തെങ്കിലും സാധന സാമഗ്രികൾ വാങ്ങാനുണ്ടോ? ഒന്നും വാങ്ങാനില്ല. പക്ഷെ നിനക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാതെ അകത്ത് പോയിരിക്കാൻ പറ്റുമോ? അതാണ് നീ പുറത്തിറങ്ങണേക്കാളും നല്ലത്. സമയത്ത് ഒന്ന് ആഹാരം ഇവിടെ തരണേ. ഓ, സന്തോഷം.